തന്നെ ഞാൻ ആഗ്രഹിച്ചു പോയി. അയ്യോ, ബാക്കിയുള്ള എന്റെ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ ബൈക്ക് ഓടിച്ച് ബാക്കിൽ ഗേൾ ഫ്രണ്ട്സിനെ വെച്ചോണ്ട് പോകുന്ന ബാക്കിൽ ഫ്രണ്ട്സിനെ വെച്ചോണ്ട് പോകുന്ന കണ്ടപ്പോ എനിക്കൊരു ചെറിയ ആഗ്രഹം വന്നുപോയി. ആഗ്രഹിക്കാനുള്ള യോഗ്യത പോലും ഇല്ലാത്തവന്മാരാണ് ഞാനെന്നുള്ള കാര്യം മറന്നുപോയി. ക്ഷമി ചേച്ചി, മറന്നുപോയി. ചേച്ചി, ആ ബൈക്ക് ഉണ്ടല്ലോ, എൻ്റെ മനസ്സിനകത്ത് വെച്ച് ഞാനങ്ങ് പൂട്ടിക്കോളാം. ഞാൻ അതിൻ്റെ ആഗ്രഹത്തിൽ ഇങ്ങനെ അങ്ങ് ജീവിച്ചങ്ങ് തീർത്തോളാം. പ്രശ്നം കഴിഞ്ഞല്ലോ. എന്തുവാ ഇനി എനിക്ക് ആഗ്രഹിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേ വീട്ടിൽ? മോനെ കേശു, വേണ്ട അമ്മൂമ്മ. ഇത് അമ്മൂമ്മയുടെ വളയം കണ്ടല്ലേ, ഇതിന് എനിക്ക് വേണ്ടി വീഴണം. അതൊന്നുമല്ല മക്കളെ, മക്കള് വിഷമിക്കണ്ട. മക്കളുടെ ആഗ്രഹിച്ചതുപോലെ മക്കളുടെ കാര്യങ്ങളെല്ലാം നടക്കും. ഇഷ്ടം പോലെ ആഗ്രഹിച്ചു, ഇവിടെ ആരും തടസ്സം പറയത്തില്ല നിന്നെ. നല്ല ഉപദേശം, അതും കൃത്യസമയത്ത്. എന്തായിരിക്കും കൊച്ചേ? ഭവാനി, ഓ, നീ വയസ്സായ കാലത്ത് ഈ വളയൊക്കെ ഇട്ടുകൊണ്ട് കിടക്കേണ്ട ആദ്യം അങ്ങ് ഊരി കൊടു പിള്ളേർക്ക്. ലച്ചു, ഞാനിത് ഊരാ. കണ്ടോ, അവള് പോയത് കണ്ടോ? ഇതുകൊണ്ടാ ഞാൻ ഊരാത്തത്. ഓയ്, എന്താണ് നോക്കണേ? രാവിലെ കേശവണ്ണെ കൊണ്ട് ലച്ചേച്ചി പോയതല്ലേ, ഇതുവരെ വന്നില്ല. അവര് വന്നോളും, നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അവര് വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി അപ്പ എന്ത് പോവും. അപ്പൂപ്പനടുത്ത് ഞാൻ പറഞ്ഞല്ലേ പോണ്ടെന്ന്. മക്കളെ പോവാതിരിക്കാൻ ഒക്കൂല, പോയില്ലെങ്കിൽ അമ്മൂമ്മ വഴക്ക് കുറയും. പോവാതിരുന്ന വഴക്കേക്കണ്ടല്ലോ. അത് ശരിയാണ്. പടിയാണ്. പുതിയ ബൈക്കല്ല, യവനാണ് എന്റെ ചക്കര, എന്റെ തേൻ, എന്റെ സിംഗക്കുട്ടി. കേശേട്ടാ, അടിപൊളി. അമ്മൂമ്മേ, മക്കളെ ഇതിന് ഒരുപാട് പൈസയായി കാണുമല്ലേ? മേടിച്ചപ്പോ അങ്ങ് കട്ടയ്ക്ക് മേടിച്ചപ്പൂപ്പ. പിന്നെ അച്ഛനെ പോലെ തന്നെ ഇവനും ഇങ്ങനത്തെ ബൈക്കൊക്കെയാണല്ലോ ഇഷ്ടം. അയ്യോ, എന്നാലും ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ചേട്ടാ. എന്തുവാടാ കടന്ന് വിളിച്ചു ഊന്നേ? ശരിക്കും ഉനക്ക് ரொம்ப ഭാഗ്യം இருக்குடா. എന്നാലും ഇത് തീരെ പ്രതീക്ഷിച്ചില്ല ചേട്ടാ. ഞാനും തീരെ പ്രതീക്ഷിച്ചില്ല. എല്ലാം എന്തോ എന്റെ ചേച്ചി കാരണം. ചേച്ചിയുടെ പങ്ക് ഇച്ചിരിയേ ഉള്ളൂ, ചേച്ചിയുടെ കെട്ടിയവനാണ് കൂടുതലും പങ്ക്. അങ്ങനെയും പറയാം. ലച്ചു, സിദ്ധു വാങ്ങിച്ചു കൊടുത്താന്നോ? അതൊരു അബദ്ധം പറ്റിയതാ അമ്മൂമ്മേ. ഇവൻ ഈ ബൈക്കിന്റെ പേരും പറഞ്ഞ് തിന്നാതെയും കുടിക്കാതിരിക്കുന്ന കാര്യം സിദ്ധു വിളിച്ചപ്പോ അറിയാതെ എന്റെ വായിന്ന് അങ്ങ് വീണുപോയി. പിന്നെ ഇവിടെ അളിയൻ വിഷം വെച്ചിരിക്കുന്നത് അവിടുത്തെ അളിയന് സഹിക്കില്ലല്ലോ. അളിയൻ അനിയനെ പോലെയല്ലേ കാണുന്നേ. പിന്നെ സിദ്ധു ഇടയ്ക്ക് വരുമ്പോഴും വണ്ടിയൊക്കെ ഓടിക്കാലോ. അളിയൻ വരുമ്പോഴല്ലേ വന്നല്ലേ എന്നെ. അയ്യോ, അളിയൻ വരും, ഞാൻ ചുമ്മാ പറഞ്ഞു ചേച്ചി. അതെ, ആദ്യം ആർക്കാണ് വണ്ടി റൈഡ് പോകേണ്ടത്? ആദ്യത്തെ റൈഡ് ചേച്ചി തൂക്കി. പോട്ട്. ആദ്യം ഞാൻ എന്നെ ആര്യനാട് വരെ കൊണ്ടുവിട.
അത്രയൊക്കെ താങ്ങും അപ്പൂപ്പ ഈ ബോഡി. ഞാൻ പിടിച്ചോണ്ടിരുന്നോളാം. അതെ, നമുക്ക് ആദ്യം ഇങ്ങനെ തുടങ്ങാം, എന്നിട്ട് ഇങ്ങനെ 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 വരാം. എന്താ പറയണേ? അപ്പൊ ആദ്യം കടേശി കുട്ടി ആറേ കേറേ ശിവ കേട്ടിരുത്തേ. അങ്ങനെ നമ്മുടെ കേശുവിന് സ്വന്തമായിട്ടൊരു ബൈക്കായി. എന്റെ ടെൻഷൻ അതൊന്നും അല്ല. എന്തുവാ? ഇനി ഈ ബൈക്കിൽ തൂങ്ങി ഏതൊക്കെ വള്ളി വരുമെന്ന് ദൈവം തമ്പുരാന് മാത്രം അറിയൂ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.